എസ്പെഷ്യലി എന്നോട് പറഞ്ഞത്, ഞാൻ IFFK സ്റ്റേജിൽ അവാർഡ് വാങ്ങാൻ പോയപ്പോൾ ഒരു കറുത്ത അപായ ധരിച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. അങ്ങനെയാ പറഞ്ഞത്. അത് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും അതിൻ്റെ ക്യാരക്ടറും സിനിമയും തമ്മിലൊരു ബന്ധമില്ല. നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുമ്പോൾ നമുക്കൊരു റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ അത് പോയി വാങ്ങുക, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ കുറേ പേർക്കുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഫെമിനിസവും ഡ്രസ്സും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്നാണ്. ചിലപ്പം ഇങ്ങനെ ഇത് നീ ഫെമിനിസ്റ്റിയാന്ന് ചോദിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അപ്പൊ അങ്ങനൊരു ബന്ധം വസ്ത്രവും ഫെമിനിസവും തമ്മിലുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും കുറെ പേര് അത് മനസ്സിലാക്കിയിട്ടില്ല തോന്നുന്നു. ഷംല പറഞ്ഞതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞിട്ടിപ്പോൾ അവാർഡ് വാങ്ങാൻ പോയിരുന്നതാണ്. അപ്പം അതിന് ഒരുപാട് പേര് വിമർശിച്ചു. പക്ഷെ നമ്മുടെ സിനിമ പറയുന്നതും ആ പോയിന്റാണ്. കാരണം നമ്മളെ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് 12 എഞ്ചിനീയറാണ് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ അവിടെ 12 വന്നതെന്ന് പറയുമ്പോൾ എൻ്റെ സിനിമ പറഞ്ഞ കാര്യത്തിൻ്റെ ഏറ്റവും എന്താണ് 12 ഒരാൾ അങ്ങനെ ഓഡിയൻസിൻ്റെ മുന്നിൽ ഒരു സിനിമയുടെ നടിയായിട്ട് അവിടെ പോയിട്ട് ആ സ്റ്റേജിൽ വലിയൊരു അവാർഡ് വാങ്ങുന്നത്. അത് ആ ആശയം തന്നെയാണ് എൻ്റെ ഫെമിനിസ്റ്റ് ഫാത്തിമയിൽ പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും എന്താ പറയുക, ഒരു എൻ്റർടൈനിങ് സ്റ്റൈലിൽ മീൻസ് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സോഷ്യൽ നോമിനെ നമ്മൾ ചാലഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും അതിനെതിരെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് ആൾക്കാർ പറയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമയെ കുറിച്ചിട്ട്? എൻ്റെ അടുത്ത് സിനിമ കാണാണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 യൂട്യൂബേഴ്സൊക്കെ ഏത് മുസ്ലിങ്ങളെ കളിയാക്കുന്ന സിനിമകൾ, ഉസ്താദിനെ കളിയാക്കുന്ന സിനിമകൾ, ഇവരൊന്നും പടം കാണാണ്ടാണ് അതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് പടം കണ്ടിട്ട് അവർ ഞാൻ ഇപ്പോൾ ഒരാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര കുറ്റം ഇത് പറഞ്ഞൊരാൾ, അയാൾ ഇന്നലെ എൻ്റെ അടുത്ത് ഞാൻ സിനിമ കണ്ടുവന്നുകൊണ്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ടീച്ചറായിട്ടൊരു വീഡിയോ അയാൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ അയാൾ എന്ത് പറയുന്നത് ഇതൊന്നും അറിയില്ല, പക്ഷെ അയാൾ എന്ത് പറയുന്നതെന്ന് അയാൾ വെറും ആ പേര് കൊണ്ടും അല്ലെങ്കിൽ ഈ ഫെമിനിസ്റ്റ് ഫാത്തിമ പുസ്തകം അങ്ങനത്തെ ഒരു പൊതുധാരണയിലേക്ക് ആളുകൾ മനസ്സിലാക്കിയെടുത്ത ഒരു രീതിയിലാണ് അയാൾ പറഞ്ഞത്. സിനിമ കണ്ടിട്ട് ഇതുവരെ ഒരാളിൻ്റെ അടുത്ത് ഒരു റിവ്യൂവർ പറഞ്ഞ ഓർമ്മയുണ്ട്. അതായത് ഈ സിനിമ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആണുങ്ങളാണ് ഏറ്റെടുക്കാൻ പോകുന്നത്, അവർ ഏറ്റെടുത്ത് കൈയെടുക്കുന്ന സിനിമയാവും ഫെമിനിസ്റ്റ് ഫാത്തിമ എന്നുള്ളത്. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ചിന്ത വരുമ്പോൾ അതിന് ഞാൻ പോസിറ്റീവായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നു. പത്രത്തിൽ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പോസിറ്റീവായിട്ട് ആൾക്കാർ എടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, കണ്ടവരൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത്.